ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോവുകയാണ്. സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം താളം തെറ്റിയിരിക്കുകയാണ്. സ്കൂൾ തുറന്ന് 1.5 മാസമായിട്ടും യൂണിഫോം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇത് പറഞ്ഞൊരു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശ മേനോനെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് യൂണിഫോം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തിനാണ് ഈ യൂണിഫോം? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകണമെന്നേ. അതിനിടയ്ക്ക് പാവങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. വളരെ ദാരിദ്ര്യം പിടിച്ച ആളുകളൊക്കെ ഉണ്ടായിരിക്കും. വലിയ കഷ്ടമാണ് അവരുടെ കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ നേരം പോലെ എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഈ കളർ ഡ്രസ്സുകളൊന്നും ഇടാൻ എന്താ പറയുക, പാങ്ങില്ലാത്ത കഴിവില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അത് അവരുടെ കുറ്റം അല്ലേ? അവരെ രക്ഷിതാക്കളുടെ കുറ്റം. അവരങ്ങനെ തന്നെ നടന്നാൽ മതി. എന്തിനാ യൂണിഫോം? അല്ലെങ്കിൽ പറ, എന്തിനപ്പോ യൂണിഫോം? ഇതെന്തോ ഒരു വലിയ വാർത്തയാണ്. വി.ഡി. സതീശ മേനോൻ ഗവൺമെന്റിൽ എല്ലാ പിള്ളേരും യൂണിഫോം ഇട്ട് തന്നെ സ്കൂളിൽ പോകണമെന്ന് എന്തത്ര നിർബന്ധന്നേ? അല്ലെങ്കിൽ ഒന്ന് വിചാരിക്കുക, എന്തിനാ യൂണിഫോം? ആ വാക്കിന്റെ മീനിങ് തന്നെ എന്താ? യൂണിഫോം ഒരു അല്ലേ? എല്ലാ കുട്ടികളും ഒരേപോലെ ഫീൽ ചെയ്യണം. ഈ കളർ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, എല്ലാ ദിവസവും ഇപ്പോൾ ഞാനിത് ഈ ഒരു ഷർട്ട് ഉണ്ട്, മിക്കവാറും ഞാൻ ഇത് തന്നെ, എനിക്കിപ്പോൾ അങ്ങനത്തെ ഫീലിംഗ് ഒന്നുമില്ല, ഇത് തന്നെ ഞാൻ ദിവസം ഇടുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് തന്നെ തോന്നും എനിക്ക് വേറെ ഡ്രസ്സ് ഇല്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. എക്കിട്ടം വരുന്നു. അങ്ങനെ സങ്കടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ സങ്കടപ്പെടുന്ന കുട്ടികൾക്ക് ആ ഒരു സങ്കടമൊക്കെ ഒഴിവാക്കപ്പെടാനൊക്കെ ഈ യൂണിഫോം നന്നായിട്ട് സഹായിക്കും. കാരണം ഒരു വെള്ള നീല, പണ്ടത്തെ യൂണിഫോം അങ്ങനെയല്ലോ, വെള്ള നീല എല്ലാ ദിവസവും ഇട്ടാൽ മതി. ഒരു ദിവസമൊക്കെ ചിലപ്പോൾ കളർ ഡ്രസ്സ് ഇടുക, അന്ന് ചിലപ്പോൾ അത് ഇട്ടാൽ ആരും അത്ര തിരിച്ചറിയാൻ പോകണമെന്നില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ബുധനാഴ്ചയായിരുന്നു. ഇപ്പോഴിതാ നമ്മുടെ കൈത്തറി യൂണിഫോം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. എന്തിനാണ് ഈ കൈത്തറി യൂണിഫോം? നമ്മുടെ കേരളത്തിൽ കുറെ കൈത്തറി വ്യവസായികളുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. എനിക്ക് തോന്നുന്നത് LDF ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്. അവരിതൊക്കെ കൊണ്ടുവരാറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. എന്തായാലും കൈത്തറി യൂണിഫോം ഉണ്ട്. ഒരു ദിവസം 2 ദിവസം എങ്ങാണ്ടൊക്കെ കൈത്തറി കൊണ്ട് ഉണ്ടാക്കിയ ചുരിദാറും ഷർട്ടും പാൻറ്റൊക്കെ ധരിച്ചിട്ട് പിള്ളേർ എന്ത് ചെയ്യും? സ്കൂളിൽ പോകും. അതൊരു നല്ലൊരു പദ്ധതിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കൈത്തറി വ്യവസായികൾക്ക്, ഈ കുടിൽ വ്യവസായം പോലൊക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ നല്ല ഉപകാരപ്പെട്ടൊരു കാര്യമായിരുന്നു. എന്ത് ചെയ്തു? ഈ വി.ഡി. സതീശ മേനോൻ വന്നപ്പോ എന്തിനാണ് അത്തരം ആളുകളൊക്കെ നമ്മൾ സഹായിക്കുന്നത് എന്ന് വി.ഡി. സതീശ മേനോന് തോന്നിപ്പോവും. അദ്ദേഹത്തിന് നോക്കി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത്, ഇദ്ദേഹം അധികാരത്തിൽ കയറിയിട്ട് വളരെ പെട്ടെന്ന് നീങ്ങിയ ഫയൽ എന്ന് പറയുന്നത് ബെക്കാഡിയുടെ ഫയലാ. അതൊരു വലിയ കമ്പനിയാണെന്ന്, ഒരു വണ്ടർ കമ്പനിയാണ്, മദ്യ കമ്പനിയാണ്. അവരെ ഫയലാണ് പെട്ടെന്ന് നീക്കിയത്. അപ്പോ അത്തരം കമ്പനികളുടെ ഫയലുകളൊക്കെ നീക്കാനാണ് വി.ഡി. സതീശ മേനോന് ഇഷ്ടം. അഭിനന്ദിക്കണ്ടേ? അല്ലാതെ ഈ കൈത്തറി വ്യവസായികൾക്ക് ഗുണം കിട്ടുന്ന ആ യൂണിഫോമിന്റെ പദ്ധതി വളരെ പെട്ടെന്നാക്കുക, എല്ലാ സ്കൂളുകൾക്കും അത് എത്തിക്കുക, അതൊക്കെ ഒരു വലിയ പ്രോസസ്സാണ്. അതൊക്കെ ഗവൺമെന്റിനെ ഏറ്റെടുത്ത് ചെയ്യണമെന്നേ. കുറെ പൈസ ചെലവുള്ള പരിപാടിയാണ്. കുട്ടികളുടെ അതൊന്നും നോക്കണ്ട. കുട്ടികളുടെ അത്ര ആരോഗ്യ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് പോയിക്കട എന്ന് പറയുന്ന ആ ഒരു പൂക്കിഭാവം മാത്രം മതി എന്നുള്ളതാണ്. എന്തായാലും കേൾക്കൂ. സ്കൂളുകൾ എത്തിയിട്ടില്ല. മിക്ക ജില്ലകളിലും 50% മാത്രമേ വിതരണം പൂർത്തിയായിട്ടുള്ളൂ. വിതരണം പൂർത്തിയായില്ലെന്ന് ഹാൻഡ്ലൂം ഡയറക്ടറേറ്റ് വിവരാകാശ മറുപടി സമ്മതിച്ചിരിക്കുകയാണ്. 36 ലക്ഷം മീറ്റർ കൈത്തറിയാണ് ഈ വർഷം വിതരണം ചെയ്യേണ്ടത്. സർക്കാർ കുടിശ്ശിക തുക നൽകാൻ ബാക്കിയുണ്ടെന്നും വിവരാവകാശ മറുപടിയുണ്ട്. അർജുൻ കല്യാണാണ് ചേരുന്നത്. അർജുൻ, എവിടെയൊക്കെയാണ് വിതരണം വൈകിയിരിക്കുന്നത്? എന്തായാലും അർജുൻ കല്യാൺ കുടിശ്ശിക നൽകണ്ടേ? ഗവൺമെന്റ് അത് നൽകണം. പുതിയ ഗവൺമെന്റ് അല്ലേ? ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഇത്ര ശ്രദ്ധയൊക്കെ വേണം എന്നൊക്കെ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ പറയും. പക്ഷേ ഒരു കമ്പനികൾക്ക് അല്ലെങ്കിൽ വലിയ കുത്തക കമ്പനികളൊക്കെ പറയില്ലേ, അച്ഛമനത്തിൽ കുറെ വലിയ വലിയ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരു കാരണവശാലും ഈ കുട്ടികൾ എത്ര കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. ശ്രദ്ധിക്കരുത് എന്നുള്ളതാണ്. ശ്രദ്ധിക്കരുത്, ഒരു കാരണവശാലും ശ്രദ്ധിക്കരുത്. അതിനൊപ്പം തന്നെ വേറൊരു ഗംഭീര വാർത്ത കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കാണ്ട്. അത് ഇതാണ്. പ്രകൃതി ഇനി നമുക്ക് എത്രത്തോളം ഇനി അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കണം. ഇതെല്ലാവരും പറയുന്നത് സേവ് ദ പ്ലാനറ്റ്, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം. പ്രകൃതിക്ക് ഒരു സംരക്ഷണം ആവശ്യമില്ല. മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് പ്രകൃതി ഇവിടെ ഉണ്ടായി.
ഇനി അത് മുന്നോട്ട് പോയിക്കോളൂ. മനുഷ്യരാശി ഇവിടെ ഇനിയും ഉണ്ടാകണമെങ്കിൽ നമ്മൾ എത്രത്തോളം വേണമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അടിപൊളി. ഷിബു ബേബി ജോണിന് സത്യം പറഞ്ഞാൽ ഞാൻ കൈയടിക്കും. അടിപൊളി തീരുമാനം. മക്കളെ, ഏതോ ഒരു കാട്, ശ്രദ്ധിച്ച് കേട്ടോട്ടാ, കേരളത്തിലെ ഏതോ ഒരു കാട് ആർക്കോ തീരെഴുതി കൊടുക്കാനുണ്ട് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട. കേരളത്തിലെ ഏതോ ഒരു കാട് ആർക്കോ തീരെഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എന്താ പറയാ, മുൻകൂർ ജാമ്യമാണ് ഈ കാണുന്നതെല്ലാം. മനസ്സിലായില്ലേ? ഏതോ ഒരു കാട്, എനിക്കറിയില്ല ഏത് ഭാഗത്തെയാണ് കാടാണ് ഇവന്മാര് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ ഈ വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്ന അതാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും അദാനിക്ക് ഏതെങ്കിലും എന്താ പറയുക കാടാണ്ട് വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും വല്ല വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട്. അവർ പറയും കേരളത്തിൽ ജോലി വേണ്ടേ, കേരളത്തിൽ വ്യവസായം വേണ്ടേ, നമ്മൾ പ്രകൃതി 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 എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെ ശരിയാവും? അപ്പം എന്ത് ചെയ്യുക, ഞങ്ങൾ ആ കാട് അങ്ങോട്ട് കൊടുത്തു, അതിൻ്റെ മരങ്ങൾ വേറെ കമ്പനിക്ക് കൊടുത്തു, അവിടുത്തെ മണ്ണ് വേറെ കമ്പനിക്ക് കൊടുത്തു, ഇല്ലയോ? ഇവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറട്ടെന്നേ എന്ന് ഷിബി ബേബി ജോൺ അടക്കമുള്ള ആളുകളുണ്ട് പറയും. നമ്മളുണ്ടല്ലോ മൂഞ്ചി തിരിഞ്ഞ് അതൊക്കെ കേട്ടിട്ട് ശരിയാണ് ഇട്ടാ, നമ്മുടെ കുട്ടികൾക്കൊക്കെ ജോലി വേണ്ടേ എന്നും പറഞ്ഞിരിക്കും. എൻ്റെ സുഹൃത്തുക്കളെ, അല്ലാതെ വേറൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും അഭിനന്ദനങ്ങളാണ്. കുട്ടികൾക്ക് യൂണിഫോം ഇല്ലാതെ കുട്ടികൾ സ്കൂളുകൾ പോട്ടെ, കളർഫുൾ പൂമ്പാറ്റകളായിട്ട് അവരിങ്ങനെ പാറി നടക്കട്ടെ. അതിനിടയ്ക്ക് കളർഫുൾ ഡ്രസ്സ് എടുക്കാൻ പാങ്ങില്ലാത്ത പൈസ ഇല്ലാത്ത ആളുകളൊക്കെ, ദരിദ്ര നാരായണന്മാരെ ആളുകളൊക്കെ കഷ്ടപ്പെട്ട് മാനകെട്ട് നാണം കെട്ട് അപമാനിതരായി ഒരേ ഡ്രസ്സ് തന്നെ എല്ലാ ദിവസമൊക്കെ ഇടേണ്ട ഗതികേടൊക്കെ വന്ന് അവരങ്ങനെയൊക്കെ തന്നെ ജീവിക്കട്ടെ. പിന്നെ അല്ലേ കുറച്ച് പാവങ്ങൾ ഇവിടെ വേണ്ടേ? പിന്നെ കാട്, നമുക്കെന്തിനാടാ കാട്? പണ്ടത്തെ ഒരു കവിത ഒക്കെ ഉണ്ട്, കാടവിട മക്കളെ കൂടവിട മക്കളെ കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ എന്ന് പറയുന്ന കവിതക്കില്ലേ, കവികളൊക്കെ ഇങ്ങനെ പലതും പാടും. പാടിക്കോട്ടെ, അങ്ങനെ പലതും പാടണം. ബബായ്. എക്കിട്ടം വീണ്ടും ബബായ്. എക്കിട്ടം ഈ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക, സോറി.